മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ആത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. പെന്തക്കോസ്താ തിരുനാളിൽ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നും ആത്മാവിനെ നമ്മൾ എത്ര തീഷ്ണതയോടെ വിളിച്ചപേക്ഷിക്കണമെന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റോമാലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ തിരുവചനത്തില് ആദ്യത്തെ വചനം നമ്മൾ വായിച്ച് ഇന്നലെ ധ്യാനിച്ചു. 2-ാമത്തെ വചനത്തില് ഇങ്ങനെ പറയുകയാണ്: വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ ആത്മാവ് തന്നെ അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് തക്ക വിധത്തിലുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയുന്നുമില്ല. കാരണം എന്താണെന്നറിയോ? വചനം പറയാം, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ നിയോഗങ്ങൾ അങ്ങോട്ട് സമർപ്പിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു, ഈശോയെ പേടിപ്പിക്കുക. ഇപ്പൊ തരണം. നമ്മുടെ രോഗം മാറാൻ, കഷ്ടത മാറാൻ, കടം മാറാൻ, സമ്പത്ത് കിട്ടാൻ, ഉയർച്ചയുണ്ടാകാൻ, ഇങ്ങനെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം 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 നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല പ്രാർത്ഥന. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നും നമുക്കറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേണ്ട വിധത്തിലുള്ള പ്രാർത്ഥനകൾ ഉയരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുക. നമുക്ക് അനുഗ്രഹം കിട്ടത്തക്ക വിധത്തിലുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, വേണ്ട വിധം പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. ശിഷ്യന്മാർ ഈശോയോട് പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഇതുപോലെ എളിമയോടെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവേന്ന്. ഈ ദിവസം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥന നടത്തേണ്ട ഈ ഒരൊറ്റ പ്രാർത്ഥനയാണ്: വേണ്ട വിധം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ഈ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, വചനം പറയുകയാണ്, പരിശുദ്ധാത്മാവ് തന്നെ അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നമ്മുടെ കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് അറിഞ്ഞ് ആ കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആത്മാവ് അനുഗ്രഹം വാങ്ങിത്തന്ന് നമ്മളെ സഹായിക്കും. അനുഗ്രഹം കിട്ടാൻ നമ്മളെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ദൈവാനുഗ്രഹം സ്വീകരിക്കാനായിട്ട് വേണ്ട വിധം പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാവ് പഠിപ്പിക്കണമേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച്. പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നവന്. അതുകൊണ്ട് തന്നെ ആത്മാവിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. ആ ഒരു ബോധ്യത്തോടെ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഈശോയേ നന്ദി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവായ ഈശോയെ, പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിൽ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവെ, ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാതെ പ്രാർത്ഥിക്കുന്ന, അതുവഴി അനുഗ്രഹങ്ങൾ നഷ്ടമാക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രാർത്ഥിക്കാൻ ഇവരെ പഠിപ്പിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിച്ച് അനുഗ്രഹം വാങ്ങിത്തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോനാഥ, ഈ ദിവ്യകാരുണ്യത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഇപ്പോൾ ഇവരെ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്, പോകുന്ന വഴികളിൽ നിന്ന്
എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങളും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മയെല്ലാം നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. തടസ്സങ്ങളെല്ലാം മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.